ഭാരതത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി, മറ്റ് NDAയുടെയും BJPയുടെയും സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരെ, നമ്മളെല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇന്ന് രാമനവമിയാണ്. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ ശ്രീ രാജ്നാഥ് സിംഗ് ജിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ തലശ്ശേരിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ രാമനവമി ദിവസം നമ്മുടെ സന്തോഷം ഇരട്ടിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ മന്ത്രി ഭാരതത്തിൻ്റെ ഏത് കോണിൽ അക്രമം നടത്തിയാലും ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ സുഖമായിരുന്ന് എന്തും ചെയ്യാമെന്ന് കരുതിയ തീവ്രവാദികൾക്ക് ലോകത്തേതു കോണിൽ പോയി ഒളിച്ചാലും ചുട്ട മറുപടി കൊടുക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത പ്രതിരോധ മന്ത്രിയാണ് ശ്രീ രാജ്നാഥ് സിംഗ് ജി. അധികാരത്തിൻ്റെ നെറുകയിലേക്ക് നയിക്കാൻ നരേന്ദ്രനോടൊപ്പം നരേന്ദ്രൻ്റെ വലങ്കയ്യായി നിന്ന പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജിക്ക് അദ്ദേഹത്തിന് ഈ കാലശ്ശേരിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 400-ലധികം സീറ്റുകളുമായി ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി വീണ്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ സത്യപ്രതിജ്ഞയിൽ നാം പാർലമെൻറ്റിനകത്ത് ഈ വടകര പാർലമെൻറ്റിൽ നിന്നും പ്രാതിനിധ്യമുണ്ടാകണം. ഈ മണ്ഡലത്തിൻ്റെ 7 നിയോജക മണ്ഡലങ്ങളിലൂടെയും നിരവധി തവണ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ സ്വാധീനമുള്ള മേഖലകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എല്ലായിടങ്ങളിൽ നിന്നും ഒറ്റയ്ക്ക് ഒരുപക്ഷെ പേഴ്സണലായിട്ട് അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്: വടകര മാറ്റം ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊട്ടടുത്ത മാഹിയിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും CPMകാരനും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിൽ കെട്ടി പ്രചരണം നടത്തുന്നു. ഇന്നലെ ചൊക്ലിയിൽ നമ്മുടെ പരിപാടികൾ നടക്കുമ്പോൾ ഏതാനും മീറ്റർ അകലെ എനിക്ക് കാണാമായിരുന്നു CPMൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി ഒന്നിച്ച് കെട്ടിക്കൊണ്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വണ്ടി കടന്നു പോകുന്നു. എന്തിനാണ് ഈ പൊറാട്ട് നാടകം കേരളത്തിൽ CPMും കോൺഗ്രസും കളിക്കുന്നത് എന്ന് കേരളത്തിലെ വോട്ടർമാർ ചോദിക്കുകയാണ്. എന്തുത്തരം പറയാനുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ കേരളം മുഴുവൻ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞത് രണ്ടക്കത്തിലുള്ള വോട്ട് ഷെയർ നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഈ പ്രാവശ്യം 2 അക്കത്തിലുള്ള സീറ്റ് പാർലമെന്റിലേക്ക് തരണമേ എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് അത് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ, വികസനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അത് നരേന്ദ്രമോദി കൊടുത്തതാണ്, BJP കൊടുത്തതാണ്. ആ തിരിച്ചറിവ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കോൺഗ്രസും CPMും ഒത്തുതീർപ്പ് നടത്തുകയാണ്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വ്യാജ തിരഞ്ഞെടുപ്പ് ID-കൾ നിർമ്മിച്ചു എന്നുള്ള കേസ് എത്ര ഗുരുതരമായ കേസാ! ഈ തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള കളവാണ് നടത്തിയത്. ആ കേസ് ഇപ്പോൾ എവിടെ എത്തി? തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് അന്വേഷിച്ചു എന്നാണ് പറഞ്ഞത്. ആ മ്യൂസിയം പോലീസ് അന്വേഷിച്ചതിനപ്പുറത്തേക്ക് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ പിടികൂടാനുള്ള, അവരെ പ്രതി ചേർക്കാനുള്ള എന്ത് നീക്കമുണ്ടായിട്ടുണ്ട്? ആ കേസ് ഇവിടുത്തെ ഒരു മന്ത്രി ഉണ്ടല്ലോ, മരുമകൻ മന്ത്രി, ആ മരുമകൻ മന്ത്രിയും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും കൂടെ ഒത്തുതീർപ്പാക്കി എന്ന് പലരും പറയുന്നു. എന്താണ് സത്യാവസ്ഥ? അത് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊത്തുതീർപ്പാണ്. ഇത്രയും ഗുരുതരമായ കേസ് ഇപ്പം മിണ്ടുന്നില്ല. DYFIക്കാരൻ മിണ്ടുന്നില്ല, CPMകാരൻ മിണ്ടുന്നില്ല. DYFIയുടെ ദേശീയ നേതാവ് ഒരു A റഹീമുണ്ട്, അദ്ദേഹത്തിന് മിണ്ടാട്ടമേ ഇല്ല. ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ ഒരാൾ, അദ്ദേഹത്തിനല്ലേ ഈ കേസുമായിട്ട് മുഖ്യ പങ്കുണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്?
പ്രിയപ്പെട്ടവരെ, ഇത് ഒത്തുതീർപ്പാണ്. CPM-ഉം കോൺഗ്രസും അവർ തമ്മിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, ആ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താകണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. രാജ്നാഥ് സിംഗ്ജിക്ക് കണ്ണൂരിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അടുത്തതായി സംസാരിക്കാൻ വേണ്ടി ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രാജ്നാഥ് സിംഗ് ജി, പ്ലീസ് വെൽക്കം ടു ഡെലിവർ യുവർ സ്പീച്ച്. ശ്രീ രാജ്നാഥ് സിംഗ്, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, മുൻ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി, യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, BJP-യുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കഴിഞ്ഞ 5 വർഷമായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി പ്രവർത്തിക്കുന്ന, പ്രതിരോധ മേഖലയിൽ 1 ലക്ഷം കോടി യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായി ഭാരതത്തെ മാറ്റിയ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്ന പദ്ധതി സഫലീകരിച്ച നിപുണനായ ഭരണാധികാരി, അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. बोलिए भारत माता की। वेरी गुड. डिस्ट्रिक्ट प्रेसिडेंट भारतीय जनता पार्टी मिस्टर N. Haridas, कैंडिडेट फ्रॉम दिस लोकसभा कॉन्स्टिट्यूंसी श्री C.R. प्रफुल्ल कृष्णन, श्री K.P. श्रीशन मास्टर, श्री मोहन मास्टर, श्री P. सत्यप्रकाश, श्रीमती विजय लक्ष्मी टीचर, श्रीमती संगीता, श्री धनंजयन, श्री मनलेरी, श्री जैन, श्री रत्नाकरन, श्री ई मनीष, श्री संतोष, श्री MP राजन, श्री PP मुरली, श्री प्रभाकरन मास्टर, एडवोकेट सत्यन, श्री विजय बाबू, श्री M सुमेरा, श्री जितेश, श्री K लिजेश, श्री उडाकट, एडवोकेट गीत, एंड द ट्रांसलेटर मिस्टर मुरलीधरन गोपाल. Very amazing. Brothers and sisters, unfortunately I can't deliver my speech in Malayalam, hence I will deliver my speech in Hindi and that will be translated by Mr. Muralidharan Gopal. बहनों भाइयों, इस स्थान पर किसी पब्लिक मीटिंग को एड्रेस करने के लिए मैं पहली बार आया हूं. मैं इसके पहले कभी सोच नहीं सकता था कि इतनी बड़ी गैदरिंग को कुंडूर डिस्ट्रिक्ट में मुझे एड्रेस करने का अवसर प्राप्त होगा. लेकिन इसके लिए मैं अपना सम्मान व्यक्त करना चाहता हूं उन बीजेपी के वर्कर्स को जिन्होंने कि बीजेपी को इस केरला में हाइट देने में अपनी सैक्रिफाइसेस की हैं. उनको मैं अपनी श्रद्धांजलि अर्पित करता हूं. സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിർഭാഗ്യവശാൽ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തിയത്. എന്നാൽ ഇത്രയും വലിയ സദസ്സ് ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ബലിദാനികളായ, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ബലിദാനികളായ എല്ലാവരെയും സ്മരിച്ചു കൊള്ളുന്നു. केरला के जनता के प्रति मैं आभार व्यक्त करना चाहता हूं कि केरला की जनता ने पिछले चुनाव में भारतीय जनता पार्टी को केरला में डबल डिजिट वाली पार्टी बना दिया है. और मैं कॉन्फिडेंट हूं कि वह समय दूर नहीं है कि भारतीय जनता पार्टी इस बार के चुनाव में डबल डिजिट सीट्स भी प्राप्त करने में कामयाबी हासिल करेगी. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ 2% വോട്ട് കേരളത്തിലെ ജനങ്ങൾ തന്നു. തീർച്ചയായും ഈ സമയം 2 സീറ്റ് കേരളത്തിൽ നിന്ന് ലഭിക്കും എന്ന് ഞാൻ ആശിക്കുകയാണ്. बहनों भाइयों, 2014 में मोदी लेड गवर्नमेंट सेंटर में बनी है. आपने देखा होगा मोदी जी की गवर्नमेंट बनने के बाद भारत का स्टेचर सारी दुनिया में तेजी के साथ बढ़ा है. पहले भारत इंटरनेशनल फोरम पर कुछ बोलता था, भारत की बातों को जितनी सीरियसली लिया जाना चाहिए नहीं लिया जाता था. लेकिन आज इंटरनेशनल फोरम पर भारत कुछ बोलता है
तो सारी दुनिया कान खोलकर सुनती है कि भारत बोल क्या रहा है। यह भारत की हैसियत सारी दुनिया में बनी है। സഹോദരി സഹോദരന്മാരെ, 2014 മോദിജിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിന് വരുന്നതിന് മുമ്പ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഭാരതത്തിലെ പൗരന്മാർക്ക് യാതൊരു വിധത്തിലുള്ള അഭിമാനവും ലഭിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാരതീയ പൗരന്മാരെ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. മാത്രവുമല്ല, ഭാരതം ലോകത്തോട് എന്തു പറയുന്നു എന്ന് സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. 2014 में हमारा यह भारत इकोनॉमी की साइज में दुनिया में 11th पोजीशन पर खड़ा था, लेकिन मोदी जी की गवर्नमेंट बनने के बाद 2023 में ही हमारा भारत दुनिया की टॉप 5 कंट्रीज में आकर खड़ा हो गया है। और इस भारत के ही नहीं, पूरी वर्ल्ड के यह जो इकोनॉमिक जो फाइनेंशियल फर्म्स हैं, इकोनॉमिस्ट हैं, अब वह कहते हैं कि वह दिन दूर नहीं है कि 2027 आते आते भारत इकोनॉमी की साइज के मामले में दुनिया की टॉप 3 कंट्रीज में आकर खड़ा हो जाएगा। നമുക്കറിയാം, 2014 ഭാരതം സാമ്പത്തിക നിലയിൽ ലോകത്തിൽ 11ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2020 ആവുമ്പോഴേക്കും അഭൂതപൂർവമായ വളർച്ചയോടുകൂടി ഭാരതം 5ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ലോകത്തിലെ എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നു 2027 ആകുമ്പോൾ ഭാരതം ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ലോകരാഷ്ട്രങ്ങളൊന്നായി പറയുന്നു. मैं आपको विश्वास दिलाना चाहता हूं कि 2047 आते आते हमारा यह भारत दुनिया की डेवलप्ड कंट्री के रूप में खड़ा हो जाए. മാത്രവുമല്ല, ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, 2047 ആകുമ്പോൾ ഭാരതം ലോകത്തിലെ 1ാം നമ്പർ പ്രഥമ സ്ഥാനത്തിലുള്ള രാഷ്ട്രമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. बहनों भाइयों, भारत के इतिहास में पहली बार मोदी जी जो हमारे प्राइम मिनिस्टर रहे हैं, उन्होंने अपने काल में 4 करोड़ पक्के हाउसेस यहां के गरीबों को देने का काम किया है. इस बार जो इलेक्शन मैनिफेस्टो जारी हुआ है, उसमें हम लोगों ने डिसीजन लिया है कि आगामी 5 वर्षों के अंदर यहां के गरीबों के लिए 3 करोड़ और हम पक्के मकान बनाएंगे. और 70 ईयर्स की एज के ऊपर के जितने भी लोग हैं, भले ही वह किसी इनकम ग्रुप के हों, सभी को आयुष्मान भारत की सुविधा देंगे, यानी 5 लाख तक फ्री ट्रीटमेंट मुहैया कराया जाए. സഹോദരി സഹോദരന്മാരെ, മോദിജി ഒരു ഇതിഹാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പാവപ്പെട്ടവർക്ക് 4 കോടി വീടാണ് നിർമ്മിച്ചു നൽകിയത് ഭാരതത്തിലൊട്ടാകെ. വീണ്ടും ഈ വർഷം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നു, അടുത്ത 5 വർഷത്തിനുള്ളിൽ 3 കോടി പുതിയ വീടുകൾ പോലും വീണ്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പ് പറയുന്നു. മാത്രവുമല്ല, 70 വയസ്സ് കഴിഞ്ഞ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വൃദ്ധജനങ്ങൾക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉറപ്പ് നൽകുന്ന പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. बीजेपी ने अपने मैनिफेस्टो में यह भी कहा है कि हम अपनी रिच कल्चरल हेरिटेज से ग्लोबल टूरिस्ट को जोड़ेंगे और अपने हेरिटेज को वर्ल्ड हेरिटेज के लेवल पर ले जाएंगे, उस हाइट तक हम पहुंचाएंगे. ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പ്രധാനമായും നമ്മുടെ കൾച്ചറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോകത്തിലെ ടൂറിസം മാപ്പിൽ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. हम लोगों की प्लानिंग है कि केरल को पूरे वर्ल्ड के एक बड़े एक बिग टूरिस्ट डेस्टिनेशन के रूप में केरल को खड़ा कर दिया जाए. यह हमारी गवर्नमेंट चाहती है और यह हम करेंगे. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച വിശ്വാസമാണ് കേരളത്തെ ടൂറിസ്റ്റിലെ ഏറ്റവും വലിയ ഹബ്ബാക്കി മാറ്റും എന്നതാണ് പ്രഖ്യാപനം. അത് തീർച്ചയായും നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. और भारतीय जनता पार्टी केरल में
इको टेररिज्म के नए सेंटर्स भी बनाएगी मेरे ब्रदर सिस्टर, और इससे हम होम स्टे के जो अवसर बनेंगे उसका बड़ा लाभ हमारे ट्राइबल फैमिलीज को मिलेगा। बीजेपी गवर्नमेंट होम स्टे के लिए विमेन्स को फाइनेंशियल हेल्प भी देगी। ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഇക്കോ ടൂറിസത്തിന്റെ വികസനത്തിൽ അടിസ്ഥാനമാക്കിയുള്ള വികസന രേഖയാണ് പറയുന്നത്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഹോം സ്റ്റേകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനമുണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ ആദിവാസി മേഖലകളിലൊക്കെ തന്നെ അതിനുള്ള പ്രത്യേക ഹോം സ്റ്റേ ഉണ്ടാക്കുകയും അതിനായി സ്ത്രീകൾക്ക് വേണ്ട ലോണും ധനസഹായവും നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി മാനിഫെസ്റ്റോയിൽ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. हम लोगों ने अपने इलेक्शन मैनिफेस्टो में यह भी कहा है कि हम कोस्ट लाइन प्रोटेक्शन के लिए भी काम करेंगे, और ये केरला के मेरे फिशरमैन साथियों के लिए बहुत ही फायदेमंद होगा, बहुत ही बेनिफिशियल होगा। इनकी लाइवलीहुड को जो एलडीएफ और यूडीएफ ने पिछले वर्षों में स्पॉइल कर दिया है उसे हम बचाने की भरपूर कोशिश करेंगे, और हम फिशरीज के प्रोडक्शन और प्रोसेसिंग के लिए नए क्लस्टर्स भी बनाएंगे, और हम केरला के फिशरमैन परिवारों में क्वालिटी ऑफ लाइफ उनकी सुधारेंगे। उनकी डिग्निटी बढ़ाने के लिए जो भी काम करना होगा हमारी गवर्नमेंट करेगी। മാത്രവുമല്ല, നമ്മൾ തീരദേശ മേഖലയിൽ പ്രത്യേകമായ മത്സ്യബന്ധന തൊഴിലാളികളുടെ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ ദിവസവേതനം പരമാവധി ഉയർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതോടുകൂടി തീരദേശ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ പ്രവൃത്തിയെ ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ശ്രമവും നടത്തും എന്ന് നമ്മുടെ മാനിഫെസ്റ്റോ ഉറപ്പിച്ച് പറയുകയാണ്. ब्रदर्स एंड सिस्टर, भारतीय जनता पार्टी पूरे वर्ल्ड की सबसे क्रेडिबल पॉलिटिकल पार्टी है। भारतीय जनता पार्टी यह अकेली पार्टी है जो कहती है वह करती है। हमारे वर्ड्स और डीड्स में कभी अंतर नहीं होता है। സഹോദരി സഹോദരന്മാരെ, ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്താണോ ഭാരതീയ ജനതാ പാർട്ടി പ്രസ്താവിക്കുന്നത് പറയുന്നത് അത് ചെയ്തു കാണിക്കും എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെ നടന്നതും പറയുന്നത് പൂർണ്ണമായും ചെയ്തത് തന്നെയാണ്. हम लोगों ने अपने इलेक्शन मैनिफेस्टो में पहले कहा था 2014 में, मैं उस समय पार्टी का नेशनल प्रेसिडेंट था, उस समय हम लोगों ने कहा था हमारी गवर्नमेंट बन जाएगी आर्टिकल 370, जिसके तहत कश्मीर को, जम्मू कश्मीर को स्पेशल स्टेटस प्राप्त है, हम उसे समाप्त करेंगे और जम्मू कश्मीर का भी वही स्टेटस होगा जो देश के अन्य स्टेट्स का स्टेटस है। उस आर्टिकल 370 को हम लोगों ने गवर्नमेंट बनने के बाद समाप्त कर दिया। ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ 2014 പറഞ്ഞത്, ആ സമയത്ത് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് പറഞ്ഞത്, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ 370 വകുപ്പ് എടുത്തുകളയുമെന്നും അതുപ്രകാരം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും എല്ലാവിധ ആശ്വാസങ്ങളും ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തു കാണിച്ചു. हम लोगों ने कमिटमेंट किया था हमारी गवर्नमेंट बन जाएगी तो अयोध्या की धरती पर राम टेम्पल बनने से हमें दुनिया की कोई ताकत रोक नहीं पाएगी, और राम टेम्पल अयोध्या की धरती पर बन गया है। रामलला की प्रतिष्ठा, प्राण प्रतिष्ठा हो चुकी है। रामलला अपने हट से निकलकर अपने पैलेस में पहुंच चुके हैं। मेरे बहनों भाइयों, मैं कॉन्फिडेंस से कह सकता हूं भारत में भी राम राज्य आएगा, ऐसा मेरा पक्का विश्वास है। സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഗവൺമെന്റ് വരികയാണെങ്കിൽ തീർച്ചയായും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന്. ആ രാമക്ഷേത്ര നിർമ്മാണത്തില് ലോകത്തിലെ ഒരു ശക്തിക്ക് പോലും തടയാൻ കഴിയില്ല എന്ന് അന്ന് ഞങ്ങൾ ഉച്ചസ്ഥിരം പ്രവചിച്ചിരുന്നു. അതുപ്രകാരം ആ ചെറിയ സ്ഥലത്തുണ്ടായിരുന്ന രാംലാല രാമപ്രതിഷ്ഠയെ ഇന്ന് വളരെ ഭംഗിയുള്ള രാമക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഭാരതം രാമരാജ്യമായി മാറുമെന്നതിൽ
യാതൊരു സംശയവുമില്ല. जिस दिन लोगों के अंदर, हर भारतवासी के अंदर एक सेंस ऑफ रेस्पॉन्सिबिलिटी आ जाएगी, सेंस ऑफ रेस्पॉन्सिबिलिटी, कर्तव्य करने का भाव कि हमारी जिम्मेदारी क्या है, व्हाट वी हैव टू डू, जिस दिन यह सेंस लोगों के अंदर पैदा हो जाएगा, मैं कॉन्फिडेंस के साथ कहता हूं उसी दिन भारत में राम राज्य आ जाए. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ ഒരു കർത്തവ്യനിഷ്ഠയുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എല്ലാ ജനങ്ങളും തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഭാരതം രാമരാജ്യമായി പരിലസിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ब्रदर्स एंड सिस्टर्स, हम लोगों ने कहा था कि गवर्नमेंट बनेगी, सिटीजनशिप अमेंडमेंट एक्ट लागू करेंगे. आपने देखा सिटीजनशिप अमेंडमेंट एक्ट हमने पास कर दिया. कुछ लोग यह कंफ्यूजन क्रिएट करने की कोशिश कर रहे हैं, यहां पर बहुत सारे लोगों की सिटीजनशिप चली जाएगी. मैं क्लैरिफाई करना चाहता हूं, सिटीजनशिप अमेंडमेंट एक्ट या किसी का सिटीजनशिप को समाप्त करने के लिए नहीं है. यह सिटीजनशिप अमेंडमेंट एक्ट लोगों को सिटीजनशिप देने के लिए बना है. മാത്രവുമല്ല, ഞങ്ങളത് പ്രഖ്യാപിച്ചിരുന്നു, നമ്മുടെ ഗവൺമെന്റ് വരികയാണെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന്. ഇന്ന് കൃത്യമായ രീതിയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും ഒരാളുടെയും പൗരത്വം എടുത്തു കളയാനല്ല, മറിച്ച് പൗരത്വം കൊടുക്കുക എന്നതാണ് ഈ ഭേദഗതിയുടെ നിയമത്തിന്റെ പ്രത്യേകത. ब्रदर्स एंड सिस्टर, एलडीएफ हो, यूडीएफ हो, इनकी पॉलिटिकल कैरेक्टर की कोई क्रेडिबिलिटी नहीं है. ये लोग केरला में आपस में थल्लू कूडल करते हैं, लेकिन दिल्ली में यही कांग्रेस और लेफ्ट दोस्ती बढ़ाने के लिए मोडीराम मातल भी करते हैं. പ്രിയപ്പെട്ടവരെ, ഇവിടെ LDF UDF അവരുടെ രാഷ്ട്രീയത്തിന് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ല. ഇവിടെ കേരളത്തിൽ LDF UDF തല്ലുകൂടലാണ് നടത്തുന്നത് എങ്കിൽ അങ്ങ് ദില്ലിയിൽ ഇവർ നടത്തുന്ന ചടങ്ങ് മോതിരം മാറ്റൽ ചടങ്ങാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. यहां केरला में दोनों एक दूसरे के अगेंस्ट लड़ रहे हैं, लेकिन वही बगल में तमिलनाडु में कांग्रेस और लेफ्ट के बीच एक अलायंस है. ऐसा डुअल कैरेक्टर है इस एलडीएफ और यूडीएफ का. ഇവിടെ കേരളത്തിൽ LDF UDF പരസ്പര വിരുദ്ധമായി മത്സരിക്കുകയാണ്. എന്നാൽ തമിഴ്നാട്ടിലാകട്ടെ ഈ LDF UDF കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നിച്ച് ഒരു അലയൻസായി മത്സരിക്കുകയാണ്. ഇവരുടെ ഇരട്ട മുഖമാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. मैं केरला के रबर फार्मर्स की भी प्रॉब्लम्स को मैं जानता हूं. मैं रबर फार्मर्स के बारे में कहना चाहता हूं. हमारे रबर फार्मर्स को कितनी बड़ी समस्याओं से गुजरना पड़ रहा है, लेकिन एलडीएफ और यूडीएफ की सरकार अपनी आंखें बंद किए हुए. लेकिन जिस दिन हमारी गवर्नमेंट बनेगी सेंटर में, बहनों भाइयों, हम रबर फार्मर्स की प्रॉब्लम्स को भी रिजॉल्व करें. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ റബ്ബർ കർഷകരുടെ കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ LDF UDF ആ പ്രശ്നങ്ങൾ നേർക്ക് നേരെ കണ്ണടച്ചു നിൽക്കുകയാണ്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. यहां पर लॉ एंड ऑर्डर की सिचुएशन पूरी तरह से बर्बाद हो चुकी है. यहां तक कि अब चर्च के प्रीस्ट की भी यहां पर मर्डर हो रहा है, उनके साथ वायलेंस हो रहा है. और कितने ही कॉलेज कैंपस इस समय कम्युनिस्ट वर्कर्स के अड्डे बन गए हैं. महिलाएं, युवा और हर वर्ग को यह भय लगता है, लेकिन राज्य सरकार में बैठे हुए लोग ये चैन की नींद सो रहे हैं आराम से. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിയമവ്യവസ്ഥ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഇവിടെ ചർച്ചിലെ പിതാക്കന്മാരെ പോലും കൊല്ലുന്ന അവസ്ഥയുണ്ടായി. മാത്രവുമല്ല, ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ
തടവറയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ കടന്നുകൂടിയിരിക്കുന്നു. മഹിളകളായാലും യുവാക്കളായാലും എല്ലാവരും ഭയത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നിട്ടും കേരളത്തിലെ സർക്കാർ പൂർണ്ണ നിദ്രയിലാണ്. ब्रदर्स एंड सिस्टर, बीजेपी और अदर पॉलिटिकल पार्टीज में बेसिक डिफरेंस यह है कि वी डू पॉलिटिक्स नॉट टू ओनली फॉर्म गवर्नमेंट बट टू बिल्ड अप द नेशन. സഹോദരി സഹോദരന്മാരെ, മറ്റു പാർട്ടികളിലും ഭാരതീയ ജനതാ പാർട്ടിയിലും തമ്മിലുള്ള വ്യത്യാസം, അവര് ഒരു ഗവൺമെന്റ് നയിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ആ ഗവൺമെന്റിലൂടെ लक्ष्यमिടുന്നത് രാഷ്ട്ര നിർമ്മാണമാണ്. ब्रदर्स एंड सिस्टर, कांग्रेस हो या लेफ्ट पार्टी, जब भी ये जनता के सामने अच्छी तरह एक्सपोज हो जाएंगे उस दिन इनका खेल खत्म हो जाएगा. यही कारण है जिस भी स्टेट से इनको किक आउट कर दिया जाता है वहां के दरवाजे हमेशा के लिए इनके लिए बंद हो जाते हैं. സഹോദരി സഹോദരന്മാരെ, ഇവിടെയുള്ള സർക്കാരുകൾ പേടിച്ചുകൊണ്ടാണ് ഭരണം നടത്തുന്നത്. അവരുടെ യാഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇവിടുന്ന് പൂർണ്ണമായി അവരുടെ കളി മനസ്സിലാക്കിയാൽ പുറത്താക്കുമെന്നൊരു സംശയമില്ല. ഏതൊക്കെ സംസ്ഥാനത്തിലായിരുന്നോ അവർ ഭരിച്ചിരുന്നത് അവിടുന്നൊക്കെ അവരെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. अब देखिए, पड़ोस में तमिलनाडु स्टेट है. तमिलनाडु में कांग्रेस ने 1962 में लास्ट इलेक्शन जीता था. यूपी, गुजरात, बिहार में कांग्रेस ने 4 डिकेड्स पहले लास्ट इलेक्शन जीता था. उड़ीसा में भी कांग्रेस ने 3 डिकेड्स पहले 3 डिकेड से सरकार के बाहर है. देश के कितने ही राज्यों में आज कांग्रेस का एक भी मेंबर ऑफ पार्लियामेंट नहीं है. इस तरह एक समय त्रिपुरा और वेस्ट बंगाल में भी लेफ्ट पार्टियों का बोलबाला था. लेकिन एक बार जनता ने त्रिपुरा और बंगाल से लेफ्ट पार्टी को एग्जिट डोर दिखा दिया तो फिर पावर में इनके लिए नो एंट्री हो गई है. कारण साफ था, लोग जान गए थे कि कांग्रेस और लेफ्ट पार्टियां आम जनता के वेलफेयर के लिए कुछ नहीं कर रही थी. പ്രിയപ്പെട്ടവരെ, തമിഴ്നാട് സംസ്ഥാനത്ത് അവസാനമായി കോൺഗ്രസിന്റെ സർക്കാർ ഉണ്ടായത് 1962 അതുപോലെ തന്നെ കഴിഞ്ഞ 40 വർഷങ്ങളായി യു പി, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണമുണ്ടായിട്ടില്ല. ഒറീസയിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് 30 വർഷമായി. ബീഹാറിലും അതാണ് സ്ഥിതി. അതുപോലെ തന്നെ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും LDFന്റെ ഭരണമായിരുന്നു. പക്ഷേ അവരെ വർഷങ്ങളായി ജനങ്ങൾ പുറത്തേക്ക് നയിച്ചിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, ഒരിക്കൽ ഈ LDFനെ പുറത്താക്കിയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് ആ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവസരം ജനങ്ങൾ കൊടുക്കുകയില്ല. കാരണം അവർക്കറിയാം, സാധാരണ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാത്ത സർക്കാരുകളാണ് കോൺഗ്രസിന്റേതും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതും എന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. एक बार केरल में भी LDF और UDF को आप किक आउट कर दीजिए, मैं कॉन्फिडेंस के साथ कहता हूं, दूसरी बार केरला में LDF और UDF की फ्यूचर में एंट्री नहीं हो पाएगी. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു തവണ LDFനെയും UDFനെയും ഭരണത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും കേരളത്തിൽ ഈ 2 പാർട്ടികളും തിരിച്ചു വരില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു. അവരുടെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. लेफ्ट पार्टी और कांग्रेस एक दूसरे के इरटा हैं और अब केरला में भी इनका गेम ओवर होने वाला है. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ മത്സരിക്കുന്നു. ഒരു തവണ യഥാർത്ഥത്തിൽ അവരുടെ മുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ജനങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുകയില്ല. यह कहते हैं CPIM के लोग, हमारी गवर्नमेंट बन जाएगी तो हम इंडिया का न्यूक्लियर वेपन्स को पूरी तरह से डिस्ट्रॉय कर देंगे. मैं कांग्रेस पार्टी से पूछना चाहता हूं, CPM के इस वादे पर उनका क्या रिएक्शन? ഞാൻ പറയുന്നു, ഇവിടെ കോൺഗ്രസ് പാർട്ടി പറയുന്ന ഒരു മുദ്രാവാക്യം,
അവരുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ സംഭരിച്ചു വെച്ചിരുന്ന എല്ലാവിധ ആണവായുധങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് അവർ വിളിച്ചു പറയുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് CPM-ന്റെ അഭിപ്രായം എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. भारत में सबसे पहले न्यूक्लियर टेस्ट कांग्रेस की सरकार ने 1974 में किया था और उसकी जरूरत इसलिए महसूस की गई थी क्योंकि बगल में हमारा चाइना ने सक्सेसफुल न्यूक्लियर टेस्ट कर लिया था और उसका तो लेफ्ट पार्टी ने, जब चाइना ने न्यूक्लियर टेस्ट किया तो लेफ्ट पॉलिटिकल पार्टी ने उसका वेलकम किया था. लेकिन 70 के डिकेड में पाकिस्तान में भी इसी तरह साइलेंटली काम शुरू हो गया था. ഭാരതത്തിൽ ആണവായുധ പരീക്ഷണം നടന്നത് 1974 കോൺഗ്രസിന്റെ സർക്കാരുള്ള സമയത്തായിരുന്നു. ആ സമയത്ത് അങ്ങനെ നടത്തേണ്ടി വന്നത് ചൈന കൃത്യമായ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചൈനയുടെ ആ ടെസ്റ്റിനെ വാനോളം പുകഴ്ത്തുകയും വരവേൽക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ടെസ്റ്റിനെ നഖശികാന്തം എതിർക്കുകയാണ് ചെയ്തത്. 70-ന്റെ കാലഘട്ടങ്ങളിൽ പാകിസ്ഥാൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ സമയത്തും അവരുടെ വികാരം അതേപോലെ തന്നെയായിരുന്നു. बाद में अटल बिहारी वाजपेयी जी ने एक नहीं 5 सक्सेसफुल न्यूक्लियर टेस्ट करके भारत को एक न्यूक्लियर पावर का स्टेटस इंटरनेशनल कम्युनिटी में दिलाया था. ये लोग भारत की ताकत को, भारत की स्ट्रेंथ को ये लोग कम कर देना चाहते. आज भारत की दोनों नेबरिंग कंट्रीज के पास न्यूक्लियर वेपन्स हैं. ऐसे में भारत के न्यूक्लियर वेपन्स को डिस्ट्रॉय करने की बात करना मेरे बहनों भाइयों देश की सिक्योरिटी के साथ एक खिलवाड़ करने जैसा है. और देश की सिक्योरिटी को कमजोर होने की इस कॉन्स्पिरेसी को मैं दावे के साथ कहता हूं भारतीय जनता पार्टी किसी भी सूरत में सक्सेसफुल नहीं होने दी. നമ്മുടെ സർക്കാർ 5 പ്രാവശ്യം കൃത്യമായ വാജ്പേയിയുടെ കാലത്ത് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി ലോകത്തിൽ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയ രാഷ്ട്രത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർന്നു വന്നു. ഇവിടെ LDF-ഉം UDF-ഉം അവർ പറയുന്നത് അധികാരത്തിലെത്തിയാൽ ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ തകർക്കുകയാണ് ഇതുവഴി അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഏത് കാലം വരെ നിലനിൽക്കുന്നുവോ ഭാരതത്തെ തകർക്കാനുള്ള എല്ലാവിധ ഗൂഢലക്ഷ്യങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. केरल के सिटीजन्स के बारे में मैं कह सकता हूं केरला के सिटीजन्स प्रोग्रेसिव हैं, अच्छा सोचने वाले लोग हैं और दूर की सोचने वाले लोग हैं. जबकि कांग्रेस और LDF पिछली सेंचुरी की बहुत ही ओल्ड थॉट, बहुत पुरानी सोच से भी ज्यादा और पुरानी सोच रखने वाली, बिल्कुल ओल्ड थिंकिंग रखने वाली ये पॉलिटिकल पार्टी. കേരളത്തിൽ എനിക്കറിയാം നമ്മുടെ ജനങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിറ്റികളൊക്കെ തന്നെ വളരെ പ്രോഗ്രസീവായിട്ട് പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന ആളുകളാണ്, വളരെ ദൂരക്കാഴ്ചയുള്ള ആളുകളാണ്. എന്നാൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആ പഴഞ്ചൻ ചിന്താഗതി വിട്ടുപോകാനുള്ള യാതൊരുവിധ ശ്രമവും അവിടെ നടത്തുന്നില്ല. പുരോഗമന ചിന്താഗതിയെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. अब LDF भी एक आउटडेटेड आइडियोलॉजी पर डिपेंडेंट, जहां से कम्युनिज्म का ओरिजिन हुआ वहां से कम्युनिज्म समाप्त हो गया. दूसरी बात, इन दोनों पार्टियों का कल्चर भी केरला की ग्रेट कल्चर से किसी प्रकार मैच नहीं करता. മാത്രവുമല്ല LDF ഇവിടെയുള്ള കേരളത്തിന്റെ തനിമ, അതിന്റെ പൈതൃകത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്താണോ കേരളത്തിന്റെ പൈതൃകം, എന്താണോ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം, അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ओबीसी कमीशन को जब कॉन्स्टिट्यूशनल स्टेटस दिया जाना था उस समय भी कांग्रेस और ये UDF LDF दोनों ने इसका विरोध किया था बहनों भाइयों. और इतना ही नहीं, ट्रिपल तलाक ये हमारा कमिटमेंट था कि हम ट्रिपल तलाक गवर्नमेंट बनने के बाद समाप्त करेंगे. तो ट्रिपल तलाक समाप्त करने का भी ये कांग्रेस के लोग विरोध कर रहे थे, लेकिन हम लोगों का कमिटमेंट था इस देश की जनता के साथ. हमने उसे पार्लियामेंट में एक्ट इसका पास कर दिया और ट्रिपल तलाक को समाप्त कर.
OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ സമയത്ത് LDF UDF അതിനെ നഖശികാന്തം എതിർക്കുകയുണ്ടായി. അതുപോലെ തന്നെ 3 തലാഖ് ചൊല്ലുന്ന ആ ഒരു പ്രവൃത്തിയെ അതില്ലാതാക്കിയ സമയത്തും LDF UDF അതിനെയും നഖശികാന്തം എതിർത്തു. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പ് പാലിച്ചുകൊണ്ട് പാർലമെന്റിൽ നിയമം പാസാക്കി ഈ 2 പദ്ധതികളും വളരെ ശക്തമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, സാധിച്ചു. बहनों भाइयों, मैं ये भी कहना चाहता हूं, LDF की पहचान आज गोल्ड स्मगलिंग के भी साथ हो गई. UDF की पहचान सोलर पावर की लूट हो गई है. इन्होंने सिर्फ इकोनॉमिक करप्शन ही नहीं किया है, बल्कि केरल की कल्चर को भी डैमेज करने की कोशिश की. लूट का यह खेल मैं मानता हूं कि फर्म कन्विक्शन के साथ केरल की जनता को बंद करना चाहिए और भारतीय जनता पार्टी को मजबूत बनाना चाहिए. സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, LDF പൂർണ്ണമായും സാമ്പത്തിക കവർച്ചയിൽ കളവിലാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ UDF ഉണ്ടായിരുന്ന സമയത്ത് സോളാർ സ്കാം അത് നടക്കുകയുണ്ടായി. ഇവിടെ കളവും വഞ്ചനയും ഇല്ലാതാക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ പിന്തുണ കേരളത്തിൽ ആവശ്യമാണ്. അത് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. हमारे प्रधानमंत्री मोदी जी केरल जहां भी दुनिया के किसी भी देश में जाते हैं, बहनों भाइयों, केरला की ब्रांडिंग करते हैं. और पिछले 10 वर्षों में हमने देश के हर क्षेत्र में हर वर्ग के लिए जितना काम कर सकते हैं करने का प्रयास किया है. और आप जानते हैं, हम युद्ध के बीच हमारी जो नर्स सिस्टर्स थी उनको इराक से हम भारत वापस ले आए. और सूडान में जब सिविल वार छिड़ा हुआ था तब बहुत मुश्किल हालात में भारतीयों को निकालने में भी हम लोगों ने कामयाबी हासिल की. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഇന്ന് വിദേശത്ത് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ലഭിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് കേരള ബ്രാൻഡ് അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ യുദ്ധഭീതിയിലുള്ള സമയത്ത് നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു. ഇറാഖിൽ നഴ്സുകൾ അകപ്പെട്ടു പോയ സമയത്ത് നമ്മുടെ നഴ്സുമാരെ സുരക്ഷിതമായി ഭാരതത്തിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ സുഡാനിൽ സിവിൽ വാർ നടന്ന സമയത്ത്, യുദ്ധം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭാരതീയരെയും വളരെ സുരക്ഷിതമായി ഭാരതത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. रशिया यूक्रेन वार जब चल रहा था, आपने देखा कि रशिया की तरफ से भी मिसाइल चल रही थी, यूक्रेन की तरफ से भी मिसाइल चल रही थी. बड़ी संख्या में लोग मारे जा रहे थे. लेकिन हमारे भारत के रहने वाले, भारत के सिटीजन, हमारे कुछ स्टूडेंट यूक्रेन में मेडिकल एजुकेशन ले रहे थे, इंजीनियरिंग एजुकेशन ले रहे थे, मैनेजमेंट कोर्स कर रहे थे. उनके फादर मदर जो भारत में रहते थे वह बहुत परेशान थे. उन लोगों ने प्राइम मिनिस्टर से मिलकर यह अपील की कि हमारे बच्चों को आप यूक्रेन से बाहर निकालिए. बहनों भाइयों, हमारे प्राइम मिनिस्टर ने तुरंत रशिया के प्रेसिडेंट मिस्टर पुतिन से बात की, यूक्रेन के प्रेसिडेंट मिस्टर जेलेंस्की से बात की और 4.5 आवर के लिए वार रुक गई और हमारे मोर देन 22,000 स्टूडेंट्स वहां से यूक्रेन से चलकर भारत आ गए. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് മിസൈലുകൾ ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന സമയത്ത്, അതിശക്തമായ യുദ്ധം നടക്കുന്ന സമയത്ത് ഭാരതത്തിലുണ്ടായിരുന്ന പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ഭാരതത്തിലെ വിദ്യാർത്ഥികൾ യുക്രൈനിൽ കുടുങ്ങിപ്പോയൊരവസ്ഥയുണ്ടായിരുന്നു. അതിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും മാനേജ്മെന്റ് സ്റ്റഡീസിലുള്ള വിദ്യാർത്ഥികളും ഒക്കെ ആ കുടുങ്ങിപ്പോയ സമയത്ത് അവരുടെ രക്ഷിതാക്കൾ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് അതിനെക്കുറിച്ച് അവരെ രക്ഷിക്കണം, അവരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ച സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായി സംസാരിക്കുകയും യുക്രൈൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 4.5 മണിക്കൂറോളം യുദ്ധം നിർത്തിവെക്കാൻ നമ്മുടെ അതിശക്തനായ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. അങ്ങനെ എല്ലാ ഭാരതീയരെയും വളരെ സുരക്ഷിതമായി ഒരു പോറലും കൂടാതെ നമ്മുടെ രാഷ്ട്രത്തിലെത്തിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. केरला में गरीबों, मजदूरों, महिलाओं और गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही. केरला में 300 से ज्यादा कोऑपरेटिव बैंक है, मैं जानता हूं.
और इनके पास केरला के लोगों का करीब करीब 1 लाख करोड़ रुपया जमा। सीपीएम के करप्शन की वजह से यह पैसा रिस्क में पड़ गया। इतने कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूटा गया। इस करप्शन में सीपीएम के लीडर्स को जो प्राइस मिली हैं वह भी सैकड़ों करोड़ रुपए में हैं। കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ കൃഷിക്കാരുടെ സ്ത്രീകളുടെ എത്രയോ ലക്ഷക്കണക്കിന് രൂപകളാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. എനിക്കറിയാം, ഇവിടെ ഏകദേശം 300ഓളം വരുന്ന കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപമായിരിക്കുന്നത് 1,00,000-ലധികം കോടി രൂപയാണ് അവിടെ നിക്ഷേപമായിരിക്കുന്നത്. എന്നാൽ ഈ ബാങ്കുകളിലൊക്കെ തന്നെ CPM-ന്റെ നേതാക്കന്മാർ കൊള്ളയടിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ എല്ലാ പണവും കവർന്നെടുത്തിരിക്കുകയാണ്. അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തുന്നില്ല. 100 കണക്കിന് കോടികളാണ് CPM-ന്റെ സെക്രട്ടറിമാരുടെ പേരിൽ നിക്ഷേപമായിട്ടുള്ളത്. मैं एश्योर करना चाहता हूं, हमारे प्राइम मिनिस्टर लीगल एडवाइस ले रहे हैं। कोऑपरेटिव स्कैम के जो विक्टिम्स हैं उनको मैं बतलाना चाहता हूं, हम लोग लीगल एडवाइस ले रहे हैं। हमारी गवर्नमेंट बनेगी तो हम ये सारे जो विक्टिम्स हैं कोऑपरेटिव स्कैम के, उनके पैसे वापस दिलाने की हम पूरी कोशिश करेंगे। ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി ഈ കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊള്ളയടിക്കപ്പെട്ട ഓരോ പണവും അത് തിരിച്ചു നൽകുന്ന പ്രക്രിയയെക്കുറിച്ച് നിയമവിദഗ്ധരുമായി നിരന്തരമായി കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ആ പാവപ്പെട്ട നഷ്ടപ്പെട്ടു പോയ പണമൊക്കെ തന്നെ പൂർണ്ണമായി അവർക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന ഉറപ്പ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. मैं बीजेपी सरकार इसके पहले भी देश में 17,000 करोड़ रुपए जैसे स्कैम विक्टिम्स को पैसा वापस दिलवा चुकी है। इसलिए मैं आज केरला के कोऑपरेटिव स्कैम के विक्टिम्स को भरोसा देता हूं कि जिनका पैसा गया है वह निराश न हो, होपलेस न हो। बीजेपी सरकार उनका पैसा वापस दिलाने के लिए पूरी कोशिश करेगी। ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഇതിനു മുമ്പ് 1700 കോടിയോളം രൂപ ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയരായി പല പാർട്ടികളും കൊള്ളയടിച്ച 1700-ലധികം കോടി രൂപ അവർക്ക് തിരികെ നൽകാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ട പണവും തീർച്ചയായും ഓരോ ആളുകളുടെ കൈകളിലേക്കും എത്തിക്കാനുള്ള പൂർണ്ണമായ ശ്രമം ഭാരത സർക്കാർ നടത്തും. അതിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. केरला गवर्नमेंट की हालत यह हो गई है, यहाँ अपने एम्प्लॉइज को और पेंशनर्स को सैलरी देने के लिए इनके पास पैसा नहीं बचा है। और सेंट्रल गवर्नमेंट केरला के डेवलपमेंट के लिए जो पैसा भेजती है उससे यहाँ की स्टेट गवर्नमेंट अपना लोन चुकाने में खर्च करती रहती। ഇവിടെ കേരള സർക്കാരിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കേരള സർക്കാരിന്റെ ഇടയിൽ പണമില്ല. സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന പണമൊക്കെ അവർ ചിലവഴിക്കുന്നത് കടം വാങ്ങിയ പണത്തിന് പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. പൂർണ്ണമായും പലിശ കൊടുക്കുകയാണ് ആ പണം കൊണ്ട് അവർ ചെയ്യുന്നത്. सुप्रीम कोर्ट ने भी साफ कहा है कि केरला में जो फाइनेंशियल क्राइसिस है उसके लिए कोई रेस्पॉन्सिबल है तो केरला की स्टेट गवर्नमेंट। ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായി പ്രസ്താവിച്ചിരിക്കുന്നു, കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമാണ്. बहनों भाइयों, इसीलिए मैं कहना चाहता हूं, अब भारतीय जनता पार्टी को आप स्ट्रेंथ दीजिए, ताकत दीजिए। और एलडीएफ यूडीएफ को कोई चेक कर सकता है, केवल भारतीय जनता पार्टी ही चेक कर सकती है और उनका मुंहतोड़ जवाब दे सकती है। സഹോദരി സഹോദരന്മാരെ,
അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിന് ശക്തി നൽകൂ നിങ്ങൾ. ഇവിടെ LDFനെയും UDFനെയും തടയാൻ ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിയുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കഴിയുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജനതാ പാർട്ടിയെ ശക്തി പകർന്ന് അവരുടെ പിന്നിൽ അണിനിരക്കണമെന്ന് അപേക്ഷിക്കുന്നു. UDF and LDF have looted the people of Kerala in their successive regime. Now they are planning a joint money heist at the center, and we will not let this happen. ഇവിടെ UDF LDF മാറി മാറി ഭരിച്ച സമയത്ത് അവരുണ്ടാക്കിയ പ്ലാനിംഗ് ഒക്കെ എന്തൊക്കെ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുവോ അത് മാറി മാറി കൊള്ളയടിക്കുക എന്നായിരുന്നു അവരുടെ പ്രത്യേകത. The people of India have decided, ab ki baar, people of India have decided, ab ki baar 400 par, 400 par, ab ki baar 400 par. इतना बड़ा नानुरिल अधिगम, इतना बड़ा नानुरिल अधिगम. ഭാരതത്തിലെ ജനങ്ങൾ ഉറപ്പായി തീരുമാനിച്ചിരിക്കുന്നു, ഈ തവണ 400-ലധികം, ഈ തവണ 400-ലധികം എന്ന മുദ്രാവാക്യം ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. और मैं बहनों भाइयों आपको बताना चाहता हूं, LDF और UDF के इस विशियस साइकिल से हम केरला को बाहर निकालेंगे. यह भारतीय जनता पार्टी का कमिटमेंट है. हम आपका सपोर्ट चाहते हैं. സഹോദരി സഹോദരന്മാരെ, LDFന്റെയും UDFന്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. और बहनों भाइयों, खासकर को यहाँ पर बहुत सारे काम इस कन्नूर डिस्ट्रिक्ट में हुए हैं. मैं बहुत डिटेल में नहीं जाना चाहता हूं, लेकिन बहुत सारे सेंट्रल गवर्नमेंट के ऐसे काम रहे हैं जिसको कि इन गवर्नमेंट ने बराबर रोका है, प्रॉपरली इंप्लीमेंट नहीं किया. इसलिए मैं आपसे अपील करना चाहता हूं कि हमारे कैंडिडेट्स को यहां भारी मतों से विजय दिलाकर आप पार्लियामेंट में भेजिए. यही अपील करने के लिए आप सबके बीच में यहां पर आया. സഹോദരി സഹോദരന്മാരെ, ധാരാളം പ്രവർത്തികൾ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ധാരാളം പ്രവർത്തികൾ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടും അത് സംസ്ഥാന സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. हमारे कैंडिडेट CR प्रफुल्ल कृष्णन, इनको अभी अभी आपने स्पीच देते हुए आपने देखा है. ही इज द मैन ऑफ द डायनेमिक पर्सनालिटी. यदि हम मेंबर ऑफ पार्लियामेंट बनकर पार्लियामेंट के अंदर पहुंचेंगे तो आपकी प्रॉब्लम्स को पार्लियामेंट में वॉइस कोई दे सकता है तो प्रफुल्ल कृष्णन ही वॉइस दे सकते हैं. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ പ്രഫുൽ കൃഷ്ണൻജിക്ക് ശക്തമായ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് അയച്ച് ഒരു യുവശക്തിയായി പാർലമെന്റിൽ തിളങ്ങാൻ കഴിയട്ടെ. അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ब्रदर्स एंड सिस्टर्स, यदि प्रफुल्ल कृष्णन को आप यहां से विजय दिलाकर पार्लियामेंट में भेजते हैं तो मैं आपको एश्योर करना चाहता हूं कि प्रफुल्ल कृष्णन की विक्ट्री के बाद मैं स्वयं यहां आऊंगा तो अपना वेलकम कराने के लिए नहीं आऊंगा. मैं यदि यहां आऊंगा तो आप सभी के लिए अपना ग्रेटिट्यूड एक्सप्रेस करने के लिए यहां पर आऊंगा. സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും പ്രഫുൽ കൃഷ്ണ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഇവിടെ വരും, വീണ്ടും ഇവിടെ വരും. അത് നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയായിരിക്കുമെന്ന ഉറപ്പ് നൽകുന്നു. भारत माता की बहुत बहुत धन्यवाद. താങ്ക് യു. താങ്ക് യു സർ. ചടങ്ങിന്